Hello friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്ട്രീമിംഗ് PC എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമ്മുടെ ഒരു നോർമൽ ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്ന ബിൽഡ് ആയിരിക്കില്ല. കാര്യം നമ്മൾ ഒരു സ്ട്രീമിങ്ങിനുള്ള PC എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓഫർ ചെയ്യുന്ന ഒരു PC ആയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കമ്പോണൻസും നമ്മൾ ആ ഒരു ബിൽഡിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്സ്ഡ് ബഡ്ജറ്റ് അല്ല. കാര്യം ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് എന്നുള്ളത് ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് ഞാൻ ഒരു 2 ദിവസം മുന്നേ നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് ഏകദേശം 23,000 രൂപയ്ക്ക് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് ഏകദേശം 50,000 ക്രോസ് ചെയ്തു. അപ്പോൾ ഒരു സ്റ്റേബിളായിട്ടുള്ള മാർക്കറ്റ് അല്ല ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യത്തിൽ. ബാക്കി കമ്പോണൻസ് എല്ലാം ഏകദേശം സ്റ്റേബിളാണ്, വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ആ ഒരു കാര്യത്തിൽ വരുന്നില്ല. പക്ഷേ ഈ ഗ്രാഫിക്സ് കാർഡിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രൈസ് നമുക്ക് കറക്റ്റ് പറയാൻ സാധിക്കുന്നില്ല. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് 1080p അതായത് ഫുൾ HD അത്യാവശ്യം അൾട്രാ സെറ്റിംഗ്സിൽ നമുക്കൊരു 60 FPS സപ്പോർട്ട് ചെയ്യുന്ന ഒരു PC ബിൽഡ് ചെയ്യണം. സ്ട്രീമിങ്ങിലേക്ക് വരുമ്പോൾ നമ്മളൊരു സിംഗിൾ PC യൂസ് ചെയ്താണ് സ്ട്രീം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു ഒറ്റ PC തന്നെ വേണം ഗെയിം കളിക്കാനും. അതിനുശേഷം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതും ഈ ഒരു PCയുടെ പ്രൊസസ്സർ അല്ലെങ്കിൽ ഇതിൻ്റെ കമ്പോണൻസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്ട്രീം ചെയ്യുന്നതും ഈ ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ തന്നെ മൾട്ടി ടാസ്ക് ചെയ്യുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് നമുക്ക് വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല ഗെയിമിംഗ് PCയും ഒരത്യാവശ്യം വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു PC അല്ലെങ്കിൽ ലാപ്ടോപ്പോ അതിനോടൊപ്പം തന്നെ ഒരു സ്ട്രീമിംഗ് ഡിവൈസ് നമ്മുടെ എൽഗാറ്റോ പോലുള്ള ഏതെങ്കിലും ഒരു സ്ട്രീമിംഗ് ഡിവൈസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ PCയുടെ ബഡ്ജറ്റ് കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ അത് നമുക്ക് എക്സ്ട്രാ ബഡ്ജറ്റ് പിന്നീട് വരുന്നുണ്ട്. അതായത് നമുക്ക് 2 കമ്പ്യൂട്ടർ വേണം, അതുപോലെ തന്നെ നമുക്കൊരു ഗെയിം ക്യാപ്ചർ ഡിവൈസ് കൂടി വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല PC, അത് 1080p 60 FPS അത്യാവശ്യം നല്ല സെറ്റിംഗ്സിൽ നമുക്ക് കളിക്കാൻ സാധിക്കണം. ദെൻ നമ്മൾ ഗെയിം സ്ട്രീം ചെയ്യുന്ന സമയത്ത് കാണുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ലാഗോ ഇഷ്യൂസോ ഒന്നും വരാൻ പാടില്ല. അതാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. ഈ ഒരു ബിൽഡിൽ നമ്മൾ PC ബിൽഡ് ചെയ്യുന്നതിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. പെരിഫറൽസിനെ പറ്റിയൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. മൊത്തത്തിൽ 5-6 എപ്പിസോഡുള്ള ഒരു സീരീസ് ആയിട്ടായിരിക്കും ഈ ഒരു സ്ട്രീമിംഗ് PC ബിൽഡിന്റെ വീഡിയോ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമ്മുടെ ഈ PC ഒരു മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കുന്ന PC ആണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നല്ല പ്രൊസസ്സർ ഇതിലേക്ക് ചൂസ് ചെയ്യണം. നമ്മുടെ പിക്ക് എന്ന് പറയുന്നത് Ryzen 5ന്റെ 3600 ആണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പവർഫുൾ CPU ആണ്. 21,000 രൂപയാണ് ഈ പ്രൊസസ്സറിന്റെ വില വരുന്നത്. 6 കോറും 12 ത്രെഡുമാണ് ഈ CPU വരുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Ryzen 5 3600X ചൂസ് ചെയ്യാം. അതൊരു 1,500 രൂപ 2,000 രൂപയുടെ ഡിഫറൻസ് ഈ Ryzen 5 3600യും 3600Xും തമ്മിൽ കാണും. അല്ല നിങ്ങൾ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള വർക്ക് ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് Ryzen 7 3700 ചൂസ് ചെയ്യാം. അതാകുമ്പോൾ 8 കോറും 16 ത്രെഡും വരും. സോ കുറച്ചുകൂടെ ഒരു നല്ല പെർഫോമൻസ് ഇൻക്രീസ് നിങ്ങൾക്ക് Ryzen 7 തരാൻ സാധിക്കും. നമ്മൾ ഈ ഒരു ബിൽഡിൽ നമുക്ക് വേണ്ട ഒരു പെർഫോമൻസിനനുസരിച്ച് നമ്മളൊരു CPU പിക്ക് ചെയ്യുമ്പോൾ Ryzen 5 3600 തന്നെയാണ് നല്ലത്. 21,000 രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഏതൊരു ഗെയിമിംഗ് PCയുടെയും ഹൃദയം, അതായത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്, നമ്മുടെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റുന്നത് ഈ ഒരു സെക്ഷനിലാണ്. കാര്യം ഈ ഒരു സിലിക്കൺ ഷോർട്ടേജ് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഗ്രാഫിക്സ് കാർഡുകളെല്ലാം നല്ല റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ് ഗ്രാഫിക്സ് കാർഡുകളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബഡ്ജറ്റിൽ അവൈലബിൾ ആയിട്ട് വരുന്നില്ല. നമുക്ക് 1080p അത്യാവശ്യം നല്ല അൾട്രാ സെറ്റിംഗ്സിൽ 60 FPS കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ GTX 1660 സൂപ്പർ യൂസ് ചെയ്യണം. ഒരു 6 GB ഗ്രാഫിക്സ് കാർഡാണ്. ഞാൻ 2 ദിവസം മുന്നേ നോക്കുന്ന സമയത്ത് ഇതൊരു വെബ്സൈറ്റിൽ 23,000 രൂപയ്ക്ക് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 52,000 മുതൽ മുകളിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴാണ് PC ബിൽഡ് ചെയ്യുന്നതെങ്കിൽ 1660 സൂപ്പർ ഒരിക്കലും വാങ്ങരുത്. ഒരു 25,000 രൂപയ്ക്ക് താഴെ വന്നെങ്കിൽ മാത്രമേ 1660 സൂപ്പർ വാങ്ങാവൂ. അല്ല നിങ്ങൾക്ക് മുകളിലേക്കുള്ള ബഡ്ജറ്റ് നോക്കുന്നുണ്ടെങ്കിൽ 3060 നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഏകദേശം ഒരു 20,000-നും 27,000 രൂപയ്ക്ക് ഉള്ളിൽ വരും. അപ്പോൾ അതിൻ്റെ ഒരു ബഡ്ജറ്റ് ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നില്ല. അടുത്തതായിട്ട് നമ്മുടെ റാമിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു PC ആണ് ബിൽഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ 8GB അല്ല 16GB ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. കോഴ്സർ വെഞ്ചൻസിൻ്റെ 3200 MHz ഉള്ള 2 8GB സ്റ്റിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന മദർ ബോർഡിൽ എന്തായാലും 4 റാം സ്ലോട്ടുകൾ കാണും.
അപ്പോൾ 2 സ്ലോട്ടുകൾ ഈ 2 റാം ഓക്യുപ്പൈ ചെയ്താൽ തന്നെ നമുക്ക് പിന്നീട് 2 സ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഫ്യൂച്ചറിൽ 2 8GB കൂടെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് 32GB 4 ചാനൽ റാം കിട്ടും. അപ്പോൾ അത് നമ്മുടെ റൈസൻ പ്രോസസ്സറിന് എന്തുകൊണ്ടും നല്ലതാണ്. കാര്യം മൾട്ടി ചാനൽ റാംസ് ആണ് എങ്കിൽ റൈസൻ പ്രോസസ്സർ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. സോ നമ്മൾ ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്യുന്നത് കോഴ്സർ വെഞ്ചൻസിൻ്റെ റാം ആണെന്ന് പറഞ്ഞു. അത് 2 8GB സ്റ്റിക്കിന് ഏകദേശം 9400 രൂപ വില വരുന്നുണ്ട്. അതിനേക്കാൾ വില കുറഞ്ഞ അഡാപ്റ്റഡ് റാമുകൾ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് കോഴ്സർ വെഞ്ചൻസ് തന്നെയാണ്. അപ്പോൾ അത് തന്നെ ചൂസ് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമ്മുടെ മദർ ബോർഡിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗിഗാബൈറ്റിന്റെ B450 ഓറസ് എലൈറ്റ് ആണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് മദർ ബോർഡാണ് B450 ഓറസ് എലൈറ്റ് എന്ന് പറയുന്നത്. 8500 രൂപയാണ് ഇപ്പോൾ ഇതിന്റെ മാർക്കറ്റ് റേറ്റ് വരുന്നത്. ഇതിൽ നമുക്ക് 4 റാം സ്ലോട്ടുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മദർ ബോർഡിൽ കംപ്ലീറ്റ് RGB കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ RGB ഹെഡേഴ്സും കൊടുത്തേക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും RGB കമ്പോണൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മദർ ബോർഡിലേക്ക് പ്ലഗ് ഇൻ ചെയ്ത് നമുക്ക് നമ്മുടെ PC-യിലെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് തന്നെ എല്ലാ RGBസും ഒരുമിച്ച് സിങ്ക് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ RGB ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു കിടിലൻ മദർ ബോർഡ് തന്നെയാണ്. ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴും വളരെ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു മദർ ബോർഡ് കൂടിയാണ്. അടുത്തതായി നമ്മുടെ സ്റ്റോറേജിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു SSD ആയിരിക്കണം. കാര്യം അതാണ് ഏറ്റവും നല്ല സ്പീഡും പെർഫോമൻസും ഓഫർ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യം ആദ്യം ഒന്ന് കണക്ക് കൂട്ടുക. നിങ്ങൾക്ക് GTA 5 പോലെയുള്ള ഒരു വലിയ ഗെയിമും അതിനോടൊപ്പം തന്നെ കുറച്ച് ചെറിയ ഗെയിമുകളുമാണ് നിങ്ങൾക്ക് കളിക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഒരു 240GB SSD മതി, അല്ലെങ്കിൽ ഒരു 250GB SSD മതിയാവും. പക്ഷേ അല്ല, നിങ്ങൾക്ക് ഒരുപാട് ഗെയിംസ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 500GB SSD ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബിൽഡിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരു 250GB SSD ആണ്. വെസ്റ്റേൺ ഡിജിറ്റൽ എന്ന ബ്രാൻഡിന്റെ NVMe M.2 SSD ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 3800 രൂപയ്ക്ക് 250GB അവൈലബിൾ ആണ്. 2400 Mbps ആണ് ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ WD ഗ്രീൻ്റെ M.2 SSD ചൂസ് ചെയ്യരുത്. അത് നോർമൽ സ്പീഡ് തന്നെ ഓഫർ ചെയ്യുന്നുള്ളൂ. ഏകദേശം 525 Mbps ആ ഒരു SSD ഓഫർ ചെയ്യുന്നുള്ളൂ. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന WDയുടെ തന്നെ NVMe M.2 SSD ആകുമ്പോൾ 2400 Mbps ഉണ്ട് സ്പീഡ്. അതായത് ഒരു 4 മുതൽ 5 മടങ്ങ് വരെ നമുക്ക് കൂടുതൽ പെർഫോമൻസ് ഈ ഒരു M.2 SSD നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് 500GB SSD ആണ് വേണ്ടതെങ്കിൽ ഏകദേശം ഒരു 5500 മുതൽ മുകളിലേക്ക് നിങ്ങൾക്ക് 500GB SSDകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫയൽ റിക്വയർമെൻറ്റ്സ് നോക്കി നിങ്ങളൊരു SSD ചൂസ് ചെയ്യാം. പിന്നെ എന്തായാലും സ്ട്രീം ചെയ്യുന്നവർക്ക് ഒരുപാട് മറ്റു കാര്യങ്ങൾ സേവ് ചെയ്യാൻ കാണും. അപ്പോൾ നമുക്കൊരു സെക്കൻഡറി സ്റ്റോറേജ് ആവശ്യമുണ്ട്. സെക്കൻഡറി സ്റ്റോറേജ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത് WD ബ്ലൂവിൻ്റെ ഒരു 1TB ഹാർഡ് ഡിസ്ക് ആണ്. ഏകദേശം 3500 രൂപ വില വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫയൽസ് സേവ് ചെയ്യാനുണ്ട് എങ്കിൽ നിങ്ങളൊരു 2TB അല്ലെങ്കിൽ 4TB ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1TB മതിയെങ്കിൽ 3500 രൂപയ്ക്ക് ഒരു 1TB ഹാർഡ് ഡിസ്ക് ചൂസ് ചെയ്യാം. ഈ സ്റ്റോറേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചുള്ള സ്റ്റോറേജ് നിങ്ങൾ ചൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ പവർ സപ്ലൈയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിൽ യൂസ് ചെയ്യേണ്ടത് ഒരു 650 വാട്ട്സിന്റെ പവർ സപ്ലൈ ആണ്. അപ്പോൾ ഒരു 4100 രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഗിഗാബൈറ്റും അതുപോലെ തന്നെ ആൻടെക്കിന്റെ ഒക്കെ 650 വാട്ട്സ് 80+ പവർ സപ്ലൈകൾ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമുക്ക് ഈ കമ്പോണൻസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ നമുക്കൊരു ക്യാബിനറ്റ് വേണം. സാധാരണ ഞാൻ പറയുമായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്യാബിനറ്റ് ചൂസ് ചെയ്യാമെന്ന്. പക്ഷേ ഈ ഒരു ബിൽഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഒരു ക്യാബിനറ്റ് ചൂസ് ചെയ്യാൻ. നമ്മൾ എന്തായാലും ഇത്രയും വലിയൊരു ബിൽഡാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 4000 രൂപ നിങ്ങളുടെ ക്യാബിനറ്റിന് വേണ്ടി മാറ്റി വെക്കുക. ക്യാബിനറ്റ് ചൂസ് ചെയ്യുമ്പോൾ ബിൽഡ് ക്വാളിറ്റിക്ക് തന്നെ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുക. നല്ല ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല പോർട്ടുകളും ഉള്ള ഒരു ക്യാബിനറ്റ് തന്നെ ചൂസ് ചെയ്യുക. ഈ ഒരു 4000 രൂപയ്ക്ക് മുകളിലോട്ട് വരുന്ന എല്ലാ ക്യാബിനറ്റും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ക്യാബിനറ്റുകൾ തന്നെയാണ്. പിന്നെ നമ്മുടെ അടുത്ത കൺസേൺ എന്ന് പറയുന്നത് എയർ ഫ്ലോ ആണ്. ഒരിക്കലും നിങ്ങൾ ഫ്രണ്ട് പാനലിൽ ഗ്ലാസോ അല്ലെങ്കിൽ ഫുള്ള് കവേർഡ് ആയിട്ട് വരുന്ന പാനലുള്ള ക്യാബിനറ്റ് ഒരിക്കലും ചൂസ് ചെയ്യരുത്. കാര്യം നമ്മുടെ PC-യിൽ ഏറ്റവും കൂടുതൽ എയർ ഇൻടേക്കിന് ഉള്ള സ്പേസ് എന്ന് പറയുന്നത് ഫ്രണ്ട് പാനലാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പാനൽ അടച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വഴിയുള്ള ആ ഒരു എയർ ഫ്ലോ അത് റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ടിൽ മെഷ് ടൈപ്പ് അല്ലെങ്കിൽ ഗ്രില്ല് ടൈപ്പ് ഉള്ള ക്യാബിനറ്റ് തന്നെ ചൂസ് ചെയ്യുക. കൂളർ മാസ്റ്റർ, കോഴ്സെയർ, ലിയാൻലി, അതുപോലെ തന്നെ നമ്മുടെ ഡീപ് കൂള്, ഇവരുടെയൊക്കെ ഒരുപാട് നല്ല ക്യാബിനറ്റുകൾ ഫ്രണ്ടിൽ മെഷ് വെച്ച് വരുന്നതുണ്ട്. അപ്പോൾ ആ ക്യാബിനറ്റുകൾ തന്നെ ചൂസ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ മെഷ് ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു ഒപ്റ്റിമൽ എയർ ഫ്ലോ കാണും. ദെൻ RGB കമ്പോണൻസ് ഇഷ്ടം പോലെ കാണും. സൈഡിൽ ഗ്ലാസ് പാനൽ കാണും. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഈ കേസസ് എല്ലാം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേസസ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം ഒരു 4500 മുതൽ ഒരു 8000 രൂപ വരെ നല്ല കേസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് നല്ല കേസസ് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അതിൽ നിന്ന് നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ചൂസ് ചെയ്യാം. വേണമെങ്കിൽ നമ്മൾ ഈ ഒരു ക്യാബിനറ്റിനെ പറ്റിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. അതായത് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റിയ ഓരോ കാറ്റഗറിയിലുള്ള ഏതൊക്കെയാണ് നല്ല ക്യാബിനറ്റ് എന്നുള്ളതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുന്നതായിരിക്കും.
നമ്മൾ പി സിയുടെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് എക്സ്ട്രാ കമ്പോണൻസും കൂടെ നമുക്ക് ഈ പി സിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പി സിയുടെ പെർഫോമൻസ് ഒന്നുകൂടെ നമുക്കൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പി സിയെ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കാൻ സാധിക്കും. ഒന്നാമതെന്ന് പറയുന്നത് ഒരു ഡെഡിക്കേറ്റഡ് എയർ അല്ലെങ്കിൽ ലിക്വിഡ് കൂളർ. കാര്യം നമ്മളിവിടെ നമ്മുടെ പ്രോസസ്സറിനെ കൊണ്ട് ആവുന്നത്ര പണി എടുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു സ്ട്രീമിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ടൈമിലേക്ക് ആയിരിക്കില്ല നമ്മൾ ഈ പ്രോസസ്സറിനെ ഓവറായിട്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. മണിക്കൂറുകളോളം നമ്മൾ ഈ പ്രോസസ്സറിനെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഈ പ്രോസസ്സർ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പരിധി കൂടുതൽ ഈ പ്രോസസ്സറിനെ തണുപ്പിക്കാൻ ഇതിൻ്റെ കൂടെ വരുന്ന സ്റ്റോക്ക് കൂളറുകൾക്ക് സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു നല്ല എയർ കൂളർ അല്ലെങ്കിൽ ലിക്വിഡ് കൂളർ യൂസ് ചെയ്യണം. നിങ്ങൾ എയർ കൂളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 1300 രൂപ മുതൽ നല്ല എയർ കൂളേഴ്സ്, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡീപ്പ് കൂളിൻ്റെ എയർ കൂളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനിയല്ല നിങ്ങൾ ഒരു എയോ ലിക്വിഡ് കൂളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 3500 രൂപ മുതൽ മുകളിലോട്ട് നല്ല എയോ ലിക്വിഡ് കൂളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ലിക്വിഡ് കൂളർ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള മെയിൻ്റനൻസ് വരും. നിങ്ങൾ പ്രോപ്പറായിട്ട് റേഡിയേറ്റേഴ്സ് എല്ലാം ക്ലീൻ ചെയ്തപ്പോഴും അതിൽ ലിക്വിഡ് ഉണ്ടോ എന്ന് കൂടെ ഒന്ന് ഉറപ്പ് വരുത്തേണ്ടി വരും. ലീക്കേജ് ഇല്ല എന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ലിക്വിഡ് കൂളർ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സേഫ് എയർ കൂളറാണ്, കുറച്ചുകൂടെ മെയിൻ്റനൻസ് എളുപ്പമാണ്. ദെൻ പീരിയോഡിക് മെയിൻ്റനൻസ് ഇല്ലെങ്കിലും എയർ കൂളർ അതിൻ്റെ ജോലി ചെയ്തോളും. വാട്ടർ കൂളർ പോലെ നമ്മൾ പീരിയോഡിക് മെയിൻ്റനൻസ് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ആണ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എയർ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് കൂളർ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങളുടെ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മദർ ബോർഡിൽ അതുപോലെ തന്നെ പവർ സപ്ലൈയിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബിൽഡിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെന്ന് പറയുന്നത്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ അതിന് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.